ഹല്ലേലൂയ. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ഉഷ ചേച്ചിയും ഹസ്ബൻഡ് പേര് സുരേഷ്. ഇവർ ഇവിടെ വന്ന് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൊറോണയ്ക്ക് മുമ്പും വരുന്നുണ്ടായിരുന്നു ചേച്ചിയെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം നിരന്തരമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. ഈ ചേച്ചിയുടെ മകന് കർത്താവ് അല്ലേ അത്ഭുതകരമായിട്ട് ഒരു ജോലി നൽകേണ്ടി. മകൻ ഇവിടെ വന്നായിരുന്നോ? മകനും 2 തവണ വന്നിരുന്നു. അവൻ അത്ഭുതമായിട്ട് കർത്താവ് ജോലി നൽകിയ സാക്ഷ്യം ഈ കുടുംബം യേശുവിൻ്റെ മഹത്വത്തിനായിട്ട് പങ്കുവയ്ക്കുക. നമുക്ക് കേൾക്കാം. എൻ്റെ കൊച്ചിന് ജോലി പി എസ് സി എഴുതിയിട്ട് കിട്ടുന്നില്ലായിരുന്നു. 3 മാർക്ക് 30 മാർക്കാണ് വേണ്ടത്. അതിന് 3 മാർക്കിന് പോയി. ഇപ്പം ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ അവന് ജോലി കിട്ടിക്കഴിയുമ്പം പകുതി പൈസ, ആദ്യത്തെ ശമ്പളത്തിൻ്റെ പകുതി പൈസ ഞാൻ ഇവിടെ തന്നേക്കാം. എൻ്റെ മാതാവേ, ചിറ്റടി മാതാവേ തമ്പുരാനെ കനിയണമേ. എൻ്റെ കുഞ്ഞിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി വേണമെന്നുള്ളത്. അപ്പം ഞാൻ പ്രാർത്ഥിക്കും. വിനീത് വിശ്വാസ പ്രമാണം ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പണിക്ക് പോവുകയാണെങ്കിലും പണിക്ക് പോകുന്നിടത്ത് നിന്ന് ഇവൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അല്ലാതെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം കാണാതെ പഠിച്ച് പണിക്ക് പോകുന്നിടത്ത് നിന്നാണേലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ കനിയണേ മാതാവേ, അവനെ കൈവിടല്ലേ, താങ്ങായും തണലായും കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മലപ്പുറത്ത് പോയി ട്രെയിനിങ്ങിന് പോയി. അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം. പോലീസിൻ്റെ ട്രെയിനിങ് പീരീഡ് ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാം കടന്നു. ഇപ്പം അവൻ ജോലി കയറി. ഇന്ന് ഈ അമ്മ ഉഷ ചേച്ചി നിങ്ങൾക്കറിയാം, ഈ കണ്ണുനീര് കണ്ടോ? ഇത് ദൈവസ്നേഹത്തോടുള്ള, ഈശോടുള്ള അല്ലെ മാതാവിനുള്ള ആ സ്നേഹത്തിൻ്റെ കണ്ണുനീരായത്. അവരുടെ മകനെ കർത്താവ് അനുഗ്രഹിച്ചു, നല്ലൊരു ജോലി കൊടുത്തു. ഇന്ന് ചേച്ചി രാവിലെ തന്നെ ഇവിടെ വന്നപ്പോൾ കിട്ടിയ ശമ്പളത്തിൻ്റെ പകുതി പൈസ നമ്മുടെ ഇവിടെ ചിറ്റടിയിലെ ശുശ്രൂഷകൾക്കായിട്ട് കൊണ്ട് ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുടുംബത്തോട് ദൈവം കാണിക്കുന്ന കരുണ അല്ലെ യേശു കാണിക്കുന്ന കരുതൽ, പരിശുദ്ധ അമ്മയുടെ ആ കരുതൽ അത്ഭുതകരമാണ്. ഇവരുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ഉറപ്പായിട്ടും കർത്താവ് മറുപടി നൽകും.